ഹലോ ഓൾ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എക്സാൻവയിലെ മെഡിക്കലായിട്ടുള്ള 2 സ്റ്റുഡൻസും അവരുടെ പാരൻസുമാണ്. അപ്പോൾ ഇന്ന് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റേറ്റ് ലെവൽ എക്സാമിൽ 2 ആളുകളും സമ്മാനം നേടിയിട്ടുണ്ട്. ഒരാൾ മിഹ്റാൻ 6th സ്റ്റാൻഡേർഡിൽ 1ാം സ്ഥാനം നേടി, മിഥിലാൻ 10th സ്റ്റാൻഡേർഡിൽ 3rd പ്രൈസും നേടിയിട്ടുണ്ട്. സോ കൺഗ്രാജുലേഷൻസ് 2 ആളുകൾക്കും, കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം അവരുടെ പാരൻസും ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട്, നിങ്ങൾ 2 ആളുകളും വളരെ മിടുക്കരാണ്, നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താ? ഡിഫറെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലത്തെ മാത്രം ഞാൻ പണ്ടും പഠിപ്പിക്കാറില്ല, വെറും സ്കൂളിൽ നിന്ന് പഠിച്ചു വരാറാണ്. ഞാൻ എക്സാൻവയിൽ ജോയിൻ ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്തതും അതാണ്. എനിക്ക് ട്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ട്യൂഷന് ജോയിൻ ചെയ്തത് ഇവൻ 9th. അവൻ 5th മുതൽ 3rd മുതലാണ്ടാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പ്രൈസ് വാങ്ങിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഓൺലൈനിലൊക്കെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമുകൾ എഴുതും. അതൊക്കെ ഇൻ്റർനാഷണൽ റാങ്ക് 200, 300 അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ് കുട്ടിക്കില്ല. കാരണം എഴുതുന്നുണ്ട്, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. നമുക്കിങ്ങനെ അന്ന് ഇത്രാണ്ട് ആയിട്ടില്ല. ഈ കൊറോണയ്ക്ക് ശേഷമാണിത് ഇങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കണത് കണ്ടത്. അങ്ങനെ ഇവനെ ഞാനങ്ങനെ എഴുതിപ്പിക്കും. അതിൻ്റെ പേപ്പർ കൊണ്ട് ഇവർ സ്കൂളിലൊക്കെ ചോദിക്കും. ചില ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും, ചിലരത് വാങ്ങിച്ചു വെക്കും. പിന്നെ അതിൻ്റെ ഒരു റിപ്ലൈ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ അങ്ങനെയാണ് ഞാൻ അജ്മൽസ് ക്ലാസ് റൂം ഫോളോ ചെയ്യൽ തുടങ്ങിയത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയും, അജ്മൽ സാറും ഇങ്ങനെ തന്നെ പറയാറ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അജ്മൽ സാറും പറയണതെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. വെറും എന്താ പറയുക, ബോർഡ് എക്സാമിന് മാത്രം മാർക്കുണ്ട്. ഈ കുട്ടികൾ മറ്റുള്ള എക്സാമുകൾ എഴുതുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഇതിൽ നിന്ന് കോണ്ടാക്ട് എടുത്തത്. 8th ഞാൻ കോണ്ടാക്ട് എടുത്തു. പിന്നെ അന്ന് എനിക്കൊരു ഡൗട്ടാണ്, ആ ബൈജുവിൻ്റെ കുറേ ഇഷ്യൂ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നി. ഇനിയിപ്പം നമ്മൾ കുടുങ്ങോ എന്നുള്ളത്. അതും ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ മെൻറ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു, എനിക്ക് ട്യൂഷൻ വേണ്ട, അങ്ങനെ മോന് ഒരുപാട് എക്സാമുകൾ എഴുതാറുണ്ട്. ഇപ്പോൾ ഇവിടെ പോരാ. അതാണ് കാരണം സ്കൂളിൽ നിന്ന് എഴുതണതൊക്കെ പ്രൈസ് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. ഇവർ ഓൺലൈനായിട്ട് എഴുതണത് മറ്റേ കോട്ടയുടെ കുറേ ടെസ്റ്റുകളുണ്ട്, ISTSC എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവനൊക്കെ 1st സ്റ്റാൻഡേർഡ് മുതൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എഴുതുമ്പോഴും ഇവർക്ക് മാറ്റങ്ങളൊന്നുമില്ല. ചിലപ്പോൾ കാണും ഒരു ബ്രോൺസ് മെഡൽ കിട്ടണം, എത്ര ഒരു 100ൻ്റെ ഉള്ളിൽ വന്നല്ലാന്ന് തോന്നുന്നു അല്ല, ഇൻ്റർനാഷണൽ റാങ്ക്. അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞിട്ടാണ് ഞാൻ എക്സാൻവയിൽ ജോയിൻ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് കുറേ എക്സാമുകൾ പരിചയപ്പെടാൻ കഴിഞ്ഞത്. പിന്നെ അവർ ഇമ്പ്രൂവ്മെന്റ് വന്നു. പിന്നെ എക്സാമുകൾ എഴുതുന്നു, പ്രൈസ് വാങ്ങിയിട്ട് വരുന്നത്. പിന്നെ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയി. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരായി എന്നുള്ള. അപ്പോൾ അത് മെൻറ്റേഴ്സിന് ഫോർവേഡ് ചെയ്യും ആ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കൊടുക്കും. മറ്റേത് അവിടെ ഇരിക്കണം. മെറ്റീരിയലൊക്കെ ഞാൻ പ്രിന്റ് എടുത്തിട്ടൊക്കെ പഠിപ്പിക്കുക പിള്ളേരെ. ആ പ്രിന്റ് ചെയ്തതൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കാരണം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പിന്നെ അതൊക്കെ ഫോർവേഡ് ചെയ്യൽ തുടങ്ങി. ഇപ്പോഴും അത് ഏറ്റവും കൂടുതൽ ഞങ്ങളാവും ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്ക് തോന്നണം. ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ കിട്ടുമ്പോഴേ മെറ്റീരിയൽ ഒരുപാട് യൂസ് ചെയ്യണ പിള്ളേരാണ്. കാരണം പ്രിൻ്റ് എടുത്തിട്ടാണെങ്കിലും ഒക്കെ. പിന്നെ ഒന്നും തന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കാറില്ല. എല്ലാ എക്സാമും ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാതും എഴുതിപ്പിക്കാറുണ്ട്. അതാണ് ഇതിൽ ചെയ്യണത്. എൻ്റെ ഡ്രീം ഒരു റോബോട്ടിക്സ് എഞ്ചിനീയർ ആവണം എന്നാണ്. അത് IIT തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് എൻ്റെ മൈൻഡിൽ ഞാൻ വെച്ചുള്ള ഗോള് IIT മദ്രാസാണ്. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും അവിടെ നിന്ന് തന്നെയല്ലേ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കണക്ഷൻസ് അവിടെ നിന്ന് വരുത്താം. കണക്ഷൻസ് വരുത്തിയിട്ട് തന്നെ നമുക്ക് കുറേ ബോണ്ടിങ്, ഓരോ സ്റ്റാർട്ടപ്സൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്റ്റാർട്ടപ്പ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്താണ് ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ 9th 10th ഒരു അനുഭവം എന്താണെന്ന് പറയാം. ഒരു ഡു യു ഹാവ് എൻ ഇമ്പ്രൂവ്മെന്റ്? എങ്ങനെയാണ് ആ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുന്നത്? നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വർക്ക് ബുക്ക് ബേസ് ചെയ്തിട്ട്. ഈ വർക്ക് ബുക്കിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇതാവാണ്, നോർമലാവാണ്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് കൂടുതലുള്ളതൊക്കെ ഈസി ആവും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സാർമാരോട് ചോദിക്കാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അസീം സാറിനോടും ഷഫീർ സാറിനോടും ചോദിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂളിലത്തെ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഞാൻ സാൻഡിത്തെ മെൻറ്റർമാരോട് ചോദിക്കാറുണ്ട്. സ്കൂളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം XNYയിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നേരത്തെ എടുക്കണ പോലെ.
അപ്പോൾ ഈ നേരത്തെ എടുക്കുമ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും. സ്കൂളിൽ പോയിട്ട് ആ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുക, എനിക്കെല്ലാം അറിയണ പോലെ ഒരു മെൻറ്റാലിറ്റി വരും ഇടക്ക്. ഈ സ്കൂളിലില്ലാത്ത കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് നമ്മൾ XNY പഠിപ്പിക്കുന്നില്ലേ? എന്തൊക്കെ ഇപ്പം ഇതിലാണ് പഠിച്ചു? സ്കൂളിലല്ലാത്ത എന്തൊക്കെ പഠിച്ചു? സ്കൂളിൽ അല്ലാത്തത് എന്ന് വെച്ചാൽ മെയിനായിട്ട് വർക്ക് എനർജി, ഫിസിക്സ്, പിന്നെ മെയിനായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ചുള്ളതെന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. പക്ഷേ XNY വന്നപ്പോൾ കുറച്ചുകൂടി ബ്രോഡ് ടോപ്പിക്സ്, കുറേ റിയാക്ഷൻസ്, കുറേ നെയിംസ്, ഇതൊക്കെ എല്ലാം പഠിക്കാൻ പറ്റി. മാത്സിലോ? മാത്സ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, സെയിം ടോപ്പിക്സ് ആണെങ്കിലും എനിക്ക് സ്കൂളിൽ എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ XNY ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ആ അത് പഠിച്ചിട്ടുണ്ട്. ആ പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ, ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ XNY പ്രാക്ടീസ് ചെയ്ത് പിന്നെ സ്കൂളിലത്തെ കുറച്ചുകൂടി ഈസി തോന്നി എനിക്ക്. അത് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി, പിന്നെ ചെയ്തിട്ട് ഈസിയായി. അവസാനം വന്നപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു പോയപ്പോൾ എനിക്ക് ഭയങ്കര ഈസി തോന്നി. ഇതൊക്കെ ചെറിയ കാര്യം പോലെ. മിഹ്റാൻ 6th ജോയിൻ ചെയ്യണം അല്ലേ? എങ്ങനെയുണ്ട് മിഹ്റാൻ 6th ഒരു എക്സ്പീരിയൻസ്? 6th ഈസിയാണ്. സ്കൂളിൽ ഇത്രയും കാലം 5th പോയിന്ന് 6th വന്നപ്പോൾ എന്താണ് XNY കൂടി ആയപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ? സ്കൂളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഷൈൻ ചെയ്യും പോയിട്ട്. ഓക്കെ. എങ്ങനെയുണ്ട് മെന്റർഷിപ്പ്? കാരണം മെന്റർ ആരാ? മെന്റർ ഷാദിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി മെന്റർ. എപ്പോഴും ഡൗട്ട് ചോദിച്ചാലൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്യാൻ സമയത്ത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഇതൊരു ബേർഡൻ ആവുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും? കാരണം ഇത് കാണുന്ന ചിലപ്പോൾ ചില പാരൻസിന് അങ്ങനെ ചോദ്യം ഉണ്ടായേക്കാം അല്ലേ? നമ്മൾ കുട്ടികളുടെ മേലെ നമ്മളൊന്ന് അടിച്ചേൽപ്പിക്കുകയാണോ, അതല്ല അത് അവർക്കൊരു ഭാരമാണോ? സ്കൂളൊക്കെ തന്നെ കുറേ വർക്കില്ലേ, അതിൻ്റെ മേലെ ഇത് ചെയ്യുന്നൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താ നിങ്ങളൊരു പെർസ്പെക്റ്റീവ്? ഇവരെ സംബന്ധിച്ച് ഇതാണ് ഇവരെ എൻജോയ്മെന്റ്. ഇവർക്ക് ഇത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ പോയതും ഇത് തെരഞ്ഞു പിടിച്ച് നമ്മൾ ഇതിൽ ആക്കിയത്. പക്ഷെ ഞാൻ 10th കുറെ പെൻഡിങ് വർക്ക്സ് കാണുമ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തോന്ന് പലവട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം കുറെ വർക്കുകളും റെക്കോർഡും കാര്യങ്ങളൊക്കെ. പക്ഷെ അവന് അത് സ്റ്റോപ്പ് ചെയ്യാന്നല്ലാണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിക്കാൻ ഇല്ല. അതിന് ഞാൻ എങ്ങനെയും ടൈം കണ്ടെത്തിയിട്ട് അത് ഞാൻ ചെയ്തോണ്ട് എന്നാ പറയാ. ഞാൻ എപ്പോഴും മാമിന്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ സ്റ്റോപ്പ് ചെയ്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഓടായില്ലേ എന്നൊക്കെ. പക്ഷെ അവൻ പറഞ്ഞു അതിന് ഞാൻ സമയം കണ്ടെത്തിക്കൊണ്ട്. വെരി ഗുഡ്. അല്ല, ഒരാൾ 10th എന്തായാലും 9th ജോയിൻ ചെയ്തത്, അപ്പൊ എന്തായാലും കുറച്ച് വർക്ക് ഉണ്ട്. 6th ജോയിൻ ചെയ്തപ്പോ എന്താ തോന്നുന്നു? ഇല്ല, ഇവനെ സംബന്ധിച്ച് രണ്ടുപേരെ ഞാൻ സ്കൂളിലത്തത് വീട്ടിൽ വന്ന് പഠിപ്പിക്കാറില്ല. ബുക്ക് എനിക്ക് ഒരു സബ്ജക്റ്റിന്റെ ഒരു നോളജും ഇല്ല. ഇവന്റെ ഒരു സബ്ജക്റ്റും അറിയില്ല. ഒരു മലയാളം മാത്രമാണ് ഞാൻ ഒന്ന് വായിച്ചു കൊടുക്കണത്. കാരണം അവര് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്, അത് അവിടുന്ന് എഴുതിക്കോളും. പിന്നെ അത് ഞാനിങ്ങനെ മൈന്യൂട്ടായിട്ടൊന്നും അങ്ങനെ നോക്കാറില്ല. മാർക്ക് കുറഞ്ഞോട്ടെ കുഴപ്പമില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റും നമുക്കൊരു A+ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയും അല്ല അങ്ങനെയൊന്നുമില്ല. കാരണം ഇവരിപ്പോ ക്ലാസ് ടോപ്പർ ആണെന്ന് സ്കൂളിൽ അങ്ങനെ ഇല്ല. ചില സബ്ജക്ട്സിൽ ഇവരായിരിക്കും സ്കോർ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ ബാക്കി സബ്ജക്ട്സിൽ വേറെ കുട്ടികളായിരിക്കും ഫോക്കസ് ചെയ്യുന്ന ഒരു 3-4 സബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു 10 സബ്ജക്ട് ഉണ്ടെങ്കിൽ ആ 10 സബ്ജക്ട് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ള സബ്ജക്ട്സ് ആയിക്കൊള്ളുന്നില്ല. ഓരോ കുട്ടികൾക്കും അവരുടേതായ ചില സബ്ജക്ട്സിലായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ മക്കൾക്ക് അതെ അവർ ഐഡന്റിഫൈ ചെയ്തെന്ന് പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? മെന്റേഴ്സ് അവരെ കുട്ടികളെ പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട വിഷയമല്ല. കാരണം എല്ലാ കുട്ടികളാണെങ്കിലും നമ്മളെ പാരൻസിനേക്കാളും കൂടുതൽ അവർ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എല്ലാം ഷെയർ ചെയ്യും. അവർക്ക് ഈവൻ പേഴ്സണൽ പ്രോബ്ലം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ മെന്റേഴ്സിനായിട്ട് കൂടുതലായിട്ട് ഷെയർ ചെയ്യും. അത്രയും കംഫർട്ടായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ മെന്റേഴ്സ് തിരിച്ചാണെങ്കിലും ഇന്ന കുട്ടി ടോപ്പിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ സ്പെഷ്യൽ അറ്റൻഷൻ അങ്ങനെയൊന്നുമില്ല. അവർ ഫ്രം ദ ടോപ്പ് ടു ലോ നിൽക്കുന്ന കുട്ടികളെ പോലും ഒരേ കെയർ കൊടുത്തിട്ട് തന്നെയാണ് അവർ എല്ലാവരും ടോപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് അത് കാണുന്നുണ്ട്. അപ്പോൾ അവരെ കുട്ടികളെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാണ് അവർ കുട്ടികളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്കൊരു പാരൻസിനോട്, ഇപ്പോൾ പാരൻസിന് സ്വാഭാവികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, നമ്മൾ കുട്ടികളെങ്ങനെ നമ്മളിങ്ങനെ നോക്കി പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കണം, അതല്ല അവരുടെ ഇഷ്ടത്തിന് നടന്നാൽ പോരെ, ഇങ്ങനെ കുറേ പാരൻറ്റിങ് സ്റ്റൈൽസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കണം. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് പാരൻസിനോട് എന്താ പറയുക? തീരെ അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അവരാ ഫുൾ ടൈം ഫോൺ കൊടുത്താൽ അപ്പോൾ രണ്ടുപേരും അത് ഫുൾ ടൈം ഇരിക്കും. അതൊന്നും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ടൈം കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് വെക്കേണ്ടി വരും. കാരണം ഈ ഓൺലൈൻ്റെ ചെറിയൊരു പ്രശ്നം എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് 6th ജോയിൻ ചെയ്തപ്പോഴാണ്
ഞങ്ങൾ ടാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ടാബ് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം അവന് ഒരുപാട് ആക്ടിവിറ്റി ഉള്ള ആളാണ്. സ്കേറ്റിങ്, സ്വിമ്മിങ്, കീബോർഡ് എല്ലാം കൂടിയുള്ള ഒരു ആളാണ്. അപ്പം അതിന് 24 hours തികയാത്തൊരാളാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളൊന്ന് പിടിച്ച് വലിച്ച് വാങ്ങിച്ചെടുത്ത് വെക്കണം. നമ്മുടെ ഫാമിലിയിൽ ഒരു ഫസ്റ്റ് ജനറേഷൻ ലെവലിൽ ഇവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അവരെ പാരൻസ് ഒക്കെ ഇതേപോലെ പ്രൊഫഷണൽ ആ ഒരു കരിയറിലൂടെ വന്നുള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്ക് അറിയാൻ പറ്റും എൻ്റെ ഗോൾ എന്താവണം ഇതൊക്കെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇപ്പോൾ അത് നമ്മളൊരു മെന്ററിങ്, ഒരു ഹാൻഡ് ഹെൽഡിങ് എപ്പോഴും ആവശ്യം അത് തന്നെ. ഓവർ കൺട്രോളിങ്, മാനേജിങ് എന്നുള്ളതല്ല, പക്ഷെ നമ്മളവർക്ക് വേണ്ട കാര്യം അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ആവശ്യമുണ്ട്. കാരണം അവരവരെ പാരന്റിനെ കാണുമ്പോൾ അവരൊന്നും ഈ ഒരു സ്ട്രീമിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ അവരെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷേ അല്ലെന്നല്ല അവർ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഗൈഡൻസും ഇതേപോലെ മെൻറ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ഇതുവരെയായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ ദ ഡിസ്കഷൻ. താങ്ക്സ്. ഞങ്ങൾക്കും നിങ്ങളോടാണ് പറയാനുള്ളത്. സാൻഡി സാൻഡി ടീമിനോട് നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ. കാരണം അത്രയും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരുവിധം കോഴ്സുകളെ പറ്റിയിട്ടാണെങ്കിലും എല്ലതും ഇതിലൂടെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇവിടെ വെച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വന്നിരിക്കുമ്പോൾ കാരണം ഞാൻ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടാൾക്കും ഓൾ ദി ബെസ്റ്റ് ആസ് പാരന്റ്സ്. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കും. താങ്ക് യു സോ മച്ച്.